വൈകുന്നേര സമയങ്ങളിൽ ഇവിടെ ഇങ്ങനെ ഇരിക്കാനായിട്ട് നല്ല രസമാണ് കേട്ടോ. നല്ല അറ്റ്മോസ്ഫിയറാണ്. ഒറ്റയ്ക്ക് ആയതുകൊണ്ട് തീരെ പറയേണ്ട, അസ്സൽ ബോറിംഗ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ എനിക്ക് സമയം ചിലവഴിച്ച് തീർക്കാൻ പറ്റുന്നുള്ളൂ. അത് കഴിഞ്ഞ് രാത്രി നോമ്പൊക്കെ തുറന്ന് ഫുഡൊക്കെ കഴിച്ച് എല്ലാം കഴിഞ്ഞപ്പോൾ ഒരു തലവേദന, എന്നാൽ പിന്നെ ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. ഒരു പാത്രം എടുത്ത് അടപ്പിൽ പഞ്ചസാര എടുത്ത് ഞാൻ ദേ താഴേക്ക് പോകുന്നുണ്ട്. താഴെയാണ് നമ്മുടെ സാമഗ്രികൾ ഇരിക്കുന്നത്. ഗ്ലാസ്സിലേക്ക് പഞ്ചസാര ഇട്ട് കെറ്റിലിൽ വെള്ളം തിളപ്പിക്കാനും വെച്ചു. ഇവർ രണ്ടുപേരുമാണ് കഥാപാത്രങ്ങളിൽ രണ്ടുപേർ. ദേ മഴ പെയ്യുന്നുണ്ട് കേട്ടോ. ചക്കമരവും മാവുമരവും ഒക്കെ പൂത്തു നിൽക്കുന്ന പോലെ തോന്നുന്നെങ്കിലും ചക്കയുമില്ല മാങ്ങയുമില്ല, അതാണ് യാഥാർത്ഥ്യം. എന്താല്ലേ, പാത്രത്തിലേക്ക് പാൽപ്പൊടി നമ്മളിങ്ങനെ പൊട്ടിച്ച് വിതറി ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ബാക്കി വന്നത് എന്ത് ചെയ്യണം, ഗ്ലാസ്സിലേക്കും ഇട്ട് കൊടുക്കാം. ആരും കാണാതെ വേണമെങ്കിൽ ഇതുപോലെ മാറി നിന്നൊന്ന് തൊട്ട് നിൽക്കാം. ആരും കണ്ട എന്താ കുഴപ്പമില്ലേ. എന്നിട്ട് പാത്രത്തിലേക്ക് നല്ല ചൂട് വെള്ളം ഒഴിക്കണം. അറിയാം പ്ലാസ്റ്റിക് ആണെന്ന് അറിയാം. അതിനുശേഷം ബാക്കി വന്ന വെള്ളത്തിലേക്ക് കണ്ണന്തേവനെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് കണ്ണന്തേവൻ തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോഴേക്കും എന്തേ കണ്ണന്തേവൻ റെഡി ആയിട്ടുണ്ട്. ഇനി ആ കണ്ണന്തേവനെ എടുത്ത് നമുക്ക് ഗ്ലാസ്സിലേക്ക് ഇങ്ങനെ അങ്ങ് ഒഴിച്ചു കൊടുക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ കണ്ണന്തേവൻ ടീ റെഡിയായി. ടേക്ക് എ സ്പൂൺ ആൻഡ് ഇളക്കലോട് ഇളക്കൽ. മതി 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 മതി, ആവശ്യത്തിന് ഇളക്കിയാൽ മതി, ഇല്ലെങ്കിൽ എല്ലാം പുറത്ത് പോകും. അതിനുശേഷം നമ്മൾ തന്നെ ഈ സാധനം കടന്ന് ഈ ഡോറും തുറന്ന് സ്റ്റെപ്പും കയറി വേണം മണ്ടയിലേക്ക് എത്താൻ. അങ്ങനെ ഒരുവിധം സ്റ്റെപ്പൊക്കെ കയറി മണ്ടയിലേക്ക് എത്തി. ഇവന്മാരാണ് നമ്മുടെ പുതിയ രണ്ട് കഥാപാത്രങ്ങൾ. ഇവർ രണ്ടുപേരെയും കൂടി നമ്മളിങ്ങനെ പൊട്ടിച്ചതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഇളക്കലോട് ഇളക്കൽ. അതിനു മുന്നേ നമ്മളിതുകൊണ്ട് കളയണം, ഇല്ലെങ്കിൽ നമ്മൾ മറന്നു പോകും. അതാണ്. അങ്ങനെ ഇളക്കി വെച്ച സാധനം ഒന്ന് അടച്ചു വെച്ചേക്കാം. അപ്പോഴത്തേക്കും ഒന്ന് കുമിന്ന് കിട്ടും. കുമിന്ന് കിട്ടുമ്പോൾ നല്ല സുഖമായിരിക്കും കഴിക്കാൻ. ആ സമയം കൊണ്ട് നമുക്ക് ചായ കുടിക്കാം. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയുന്നതും തലവേദന ആയിട്ടിരിക്കണതുകൊണ്ടുമല്ല കേട്ടോ. നല്ല അസല ടേസ്റ്റ് ആയിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അല്ലെങ്കിലും പാൽപ്പൊടി ചായക്ക് ടേസ്റ്റ് കുറച്ച് കൂടുതലാണ്. അതിനുശേഷം നമ്മുടെ സാധനം കഴിക്കണം. കോൺഫ്ലേക്സും ചീറ്റോസ് അല്ലല്ലോ ചോക്കോസ്, രണ്ടും കൂടി കഴിച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ രാത്രി ശുഭം. അപ്പോൾ നേരത്തേക്ക് ഇത്രയുള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.